إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ച റബ്ബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് മുത്തഖീങ്ങളായി, മുഖ്ലിസീങ്ങളായി, മുവഹിദീങ്ങളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി ജീവിക്കാനും ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. ധാരാളം നന്മകൾ ചെയ്യാനും പ്രതിഫലങ്ങൾ അർഹിക്കുന്ന രൂപത്തിൽ നന്മകളിൽ മുന്നേറാനും നമ്മുടെ സമയത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. 2025
ഹജ്ജ് സമയത്ത് ഒരു സംഭവം നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരാണ്. അമർ അൽ മഹ്ദി മൻസൂർ ഗദ്ദാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി യാത്രയൊക്കെ തയ്യാറെടുത്ത് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ എന്തോ അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കുറച്ച് സമയം അദ്ദേഹത്തിന് അവിടെ ഡിലേ വരികയും അദ്ദേഹം പോകേണ്ട വിമാനം ഉയരുകയും ചെയ്തു. പിന്നീട് വിമാനം ഉയർന്നു എന്നറിഞ്ഞിട്ടും ആ വിമാനത്താവളത്തിൽ തൻ്റെ സീറ്റിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന മനുഷ്യനെ പത്രമാധ്യമങ്ങൾ നമുക്ക് വിളിച്ചോതി തരുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ ആ വിമാനത്താവളത്തിൽ വിളിച്ചു പറയുന്നത് താൻ ഏതൊരു വിമാനത്തിലാണോ പോകേണ്ടത്, ആ വിമാനത്തിൻ്റെ എന്തോ തകരാറ് മൂലം ആ വിമാനം വീണ്ടും ആ എയർപോർട്ടിൽ ഇറക്കിയിട്ടുണ്ട് എന്ന വാർത്തയാണ്. പെട്ടെന്ന് തൻ്റെ അധികൃതരുമായി സംസാരിച്ചു. പൈലറ്റ് പറഞ്ഞു, ഇല്ല, ഇനി ഒരാളെയും ഈ വിമാനത്തിലേക്ക് കയറ്റില്ല. വീണ്ടും ആ വിമാനം ഉയർന്നു. എന്തോ സാങ്കേതിക തടസ്സം വീണ്ടും ഉണ്ടായി. വിമാനം വീണ്ടും ഇറക്കി. ഈ സമയത്താണ് പൈലറ്റിന്റെ കോൾ വന്നത്, ആ മനുഷ്യനെയും നമുക്ക് കയറ്റാം, അദ്ദേഹത്തെയും നമുക്ക് കൊണ്ടുപോകാം. 2025 ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞ് ഹാജിമാർ ഒരുമിച്ച് കൂടി ആ തൽബിയത്തിന്റെ ധ്വനികൾ മുഴുകുമ്പോൾ ആ മനുഷ്യൻ ആ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ സാന്നിധ്യത്തിലുണ്ട് എന്നത് ഇത് ഏതെങ്കിലും ചിത്രകഥകൾ വായിച്ചു പറയുന്ന കാര്യമല്ല, നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു സംഭവമാണ്. സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് തങ്ങളുടെ കാര്യം നടത്തിത്തരാൻ കഴിവുള്ള റബ്ബിൽ തവക്കുൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഹിജ്റ നമുക്ക് നൽകുന്ന വലിയ സന്ദേശത്തിൽപ്പെട്ടതാണ് തവക്കുൽ എന്നത്. നമ്മുടെയൊക്കെ തവക്കുൽ എങ്ങനെയാണ്? കിട്ടിപ്പോയാൽ പോയില്ലേ, അങ്ങനല്ലേ? എൻ്റെ റബ്ബിനോടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ കരങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. എനിക്ക് ആ റബ്ബ് നൽകുമെന്ന പൂർണ്ണ പ്രതീക്ഷ നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. തവക്കുലുമുണ്ട്, തവാക്കുലുമുണ്ട്. പണ്ഡിതന്മാർ രണ്ടും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ? താൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നിട്ട് റബ്ബിൽ കൃത്യമായി പ്രതീക്ഷ വെക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയാം. തവാക്കുൽ എന്ന് പറഞ്ഞാലോ ഒന്നും ചെയ്യാതെ അത് റബ്ബ് നടത്തിത്തരും എന്ന ചിന്തയാണ് തവാക്കുൽ എന്ന് പറയുന്നത്. തവാക്കുൽ ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം നീ തവക്കുൽ ചെയ്യാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ചെയ്യേണ്ടത് ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തവക്കുൽ നാം നടത്തേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തവക്കുൽ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, വിശ്വാസികളുടെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹിന്റെ കൽപ്പനയാണ്, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്. നീ തവക്കുൽ ചെയ്യണം. ആരിലാണെന്നറിയോ? മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന റബ്ബിൽ നീ തവക്കുൽ ചെയ്യണം. നീ തവക്കുൽ ചെയ്യേണ്ടത് ലാ യമൂത്, മരണപ്പെടാത്ത, ഏത് സമയത്തും നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, സദാ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ റബ്ബിൽ നീ തവക്കുൽ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. വതവക്കൽ അലൽ അസീസിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പ്രതാപിയും കരുണാനിധിയുമായ റബ്ബിൽ നീ തവക്കുൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ വിവരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് അല്ലദീന, അവരൊരു കൂട്ടരാണ്, ഇദാ ദുകിറല്ലാഹ്, അവരുടെ മുമ്പിലേക്ക് അല്ലാഹു ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ, റബ്ബ് കാണുമെന്നവരോടങ്ങ് പറഞ്ഞാൽ, അല്ലാഹു നോക്കുന്നുണ്ട്, റബ്ബ് ശിക്ഷിക്കുമെന്നൊക്കെ അവരോട് പറഞ്ഞാൽ,
വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ പടക്കും, ഇങ്ങനെ ഇടിക്കും, അവരിങ്ങനെ വറക്കും. ആരാണ്? വിശ്വാസികളാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഇങ്ങനെ ഓതിക്കൊടുത്താൽ അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. ഒന്നാമത്തെ കാര്യം എന്താണ്? വജിലത്ത് ഖുലൂബുഹും, ഹൃദയങ്ങൾ ഇങ്ങനെ നടുങ്ങും. രണ്ടാമത്തേതോ, ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്താൽ അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും, വേണ്ടാത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ സ്വീകരിക്കുന്നിടത്തേക്ക് ധൃതി പിടിക്കും. അങ്ങനെയാണ് വിശ്വാസികളെന്ന് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാ. ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു. എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ എത്ര പേരുണ്ടാവും? മക്കളെ സ്കൂളിൽ നിന്ന് വിട്ടപ്പോ ചോറെടുത്തോ, വാട്ടർ ബോട്ടിൽ എടുത്തോ, ബുക്ക് എടുത്തോ, പഠിച്ചോ, അല്ലെ ഒക്കെ ചോദിച്ചിട്ടുണ്ടാകും. മോളെ ആ ദുആ ചെയ്തോ? മാതാപിതാക്കൾക്ക് ഭയങ്കര പേടിയാണ്. മക്കളിങ്ങനെ പറഞ്ഞു വിടുമ്പോ എന്താകും? തിരിച്ചു വരുന്നത് വരെ കരുതലോടെയാണ്. 1 മിനിറ്റ് വൈകിയാൽ ഉമ്മ ബസ് സ്റ്റോപ്പിലേക്ക് ഓടണം. എന്താണ് കാരണം? എന്തിന്റെ മോൾ 1 മിനിറ്റ് വൈകിയേ, എന്ത് പറ്റിയിട്ടുണ്ടാകും, അല്ലെ? ചിന്തയാണ്. എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മകളോട് മോളെ ഇത് ചൊല്ലിയോ എന്ന് ചോദിക്കുന്നിടത്ത് മാതാപിതാക്കൾ എത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണ്ടേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾ ആരെങ്കിലും ഇദാ ഖറജ മിൻ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന് അവൻ പുറപ്പെടുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ യുഖാലു ലഹു, അതാ അവിടെ വെച്ചുകൊണ്ട് പിശാചുക്കൾ പരസ്പരം പറയുമെന്നാണ്, അവന് മതിയായതായിട്ടുള്ള വാചകങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്, അവനിതാ ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട്, അവനിതാ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവനെ പിഴപ്പിക്കാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ അവനെ സാധിക്കുക എന്ന് പിശാചുക്കൾ പരസ്പരം പറയും. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ സഹോദരങ്ങളെ, ആ മന്ത്രധ്വനികളുടെ വിശാലമായ സുരക്ഷിതത്വം എത്രയാണ്. നമ്മുടെ മക്കൾക്ക് അല്ലെ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വെള്ളം കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഈ ദുആ ചൊല്ലാതെ വീട്ടിൽ നിന്ന് പുറപ്പെടരുത് എന്ന സന്ദേശം നമ്മൾ കൊടുക്കണ്ടേ? എത്ര വലിയ സന്ദേശമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നിടത്ത് അത് നമ്മുടെ ഒരു ശ്രദ്ധയായിരിക്കണം, വിശ്വാസിയുടെ ക്വാളിറ്റിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറഞ്ഞ കാര്യമാണ് സഹോദരങ്ങളെ. പലപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നു, നമസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, പക്ഷേ തവക്കുൽ ചെയ്യുന്നിടത്ത് മറ്റു പലരെയുമാണ്. ഇന്നിപ്പോ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ഒരു കുട്ടിയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു ഏലസ് ഇങ്ങനെ കിടക്കണുണ്ട്. മുസ്ലിമായ ഉപ്പയുണ്ട്, മുസ്ലിമായ ഉമ്മയുണ്ട്, ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു ഏലസ് ഉണ്ട്. സഹോദരങ്ങളെ, ഒരു ഏലസ് കിട്ടുമ്പോ എന്താ പ്രശ്നം എന്നാ ചിലർ ചോദിക്കാറ്. ഒരു ചെമ്പിന്റെ തകിട്, അതല്ലെങ്കിൽ ഒരു കറുത്ത ചരട് ശരീരത്തിൽ ഒന്ന് ബന്ധിച്ചു എന്ന് വിചാരിച്ച് എന്ത് നഷ്ടപ്പെടാനാണ് ഇവിടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞല്ലോ, മൻ തഅല്ലക തമീമ ഫഖദ് അശ്റക, ആരെങ്കിലും ഒരു ഏലസ് കിട്ടിയാൽ, ഒരു ഐക്കല്ല് കിട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു പോയിട്ടുണ്ട്. മൻ തഅല്ലക തമീമതൻ ഫഖദ് ഉക്കില ബിഹി, അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആരെങ്കിലും ഒരു ഏലസ് കിട്ടിക്കഴിഞ്ഞാൽ അവനതിൽ ബരമേൽപ്പിച്ചു പോയിട്ടുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ കുട്ടിയുടെ കയ്യിൽ ഒരു ചരട്? അതേ കിടക്കപ്പായിൽ മുത്രയിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന മാതാപിതാക്കളുണ്ട്. എന്നിട്ടോ ഇത് കെട്ടിയപ്പോ കുഴപ്പമൊന്നുമില്ല, ഇത് കെട്ടിയപ്പോ കുഴപ്പമൊന്നുമില്ല, രാത്രി എഴുന്നേൽപ്പിച്ച് മൂത്രയിപ്പിച്ച കുഴപ്പമുണ്ടാവില്ല, ഇത് കെട്ടിയപ്പോ കുഴപ്പമില്ല. സഹോദരങ്ങളെ, അപ്പോ എന്തിലാ ബലമേൽപ്പിച്ചേ? ഇനി ആ ചരടെങ്ങാനും പൊട്ടിപ്പോയാലോ, ആ ചരടെങ്ങാനും കയ്യിൽ നിന്ന് ഊരിപ്പോയാലോ അവര് പറയും ഇന്ന് രാത്രി മൂത്രയിക്കും. അപ്പൊ എവിടെ ഇപ്പോ തവക്കുൽ ചെയ്ത് ആ ചരടുമേ
അല്ലേ? 2 രൂപക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണ ചരട് അത് ആരുടെങ്കിലൊക്കെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടത് കെട്ടുമ്പോൾ 1000 2000 മേടിച്ചിട്ട് മുപ്പില് കെട്ടിക്കൊടുത്ത ആ ചരടുമ്മയാണ് എന്ത് ചെയ്യുന്നത്? തവക്കുൽ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ആരെ പഠിപ്പിച്ചേ? അള്ളാന്റെ റസൂല് പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 പേര് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ബൈഅത്ത് ചെയ്യാൻ കടന്നു വന്നപ്പോ 9 പേർക്ക് അള്ളാന്റെ റസൂല് കൈ കൊടുത്തു, ഒരാളെ മാറ്റി നിർത്തി. എന്താണ് കാരണം? അയാളുടെ കയ്യിൽ ചരടുണ്ടായിരുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ ചരട് ഒഴിവാക്കിക്കൊണ്ട് നീ വാ, നിനക്ക് ബൈഅത്ത് നൽകാമെന്നുള്ളതാണ്. ഒരു സ്വഹാബി, ഇതാ ആ സ്വഹാബി ചരട് കയ്യിൽ കെട്ടിയ, ഏലസ് കയ്യിൽ കെട്ടിയ ഒരു വ്യക്തിയെ കണ്ടപ്പോ ആ മനുഷ്യനോട് പറയുന്ന വാചകം എന്താണെന്നറിയോ? നീ ഈ ചരട് കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, ഈ ചരട് കയ്യിൽ കെട്ടിയ നിലയിലാണ് നീ മരണപ്പെടുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കില്ല. നമുക്ക് നിസ്സാരാണ്. എന്താ ഒരു ചരട്, എന്താ കെട്ടിയാല്, ഒരു ഏലസ് എന്താ കെട്ടിയാല്, എന്താ കെട്ടിയാലെന്നാ. എന്നാലോ സഹാബത്ത് അവിടെ കണ്ടത് എന്താണ്? നീ ഒരു ചരട്, ഒരു ഏലസ് ഇത് കെട്ടിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് പോലും ഞാൻ നിസ്കരിക്കില്ലെന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ചിന്തിക്കണേ, ആലോചിക്കണേ. നമ്മൾ ചിന്തിക്കണം, ഗൗരവമാണ് അല്ലെ? ഹജ്ജിന് പോകുന്ന ആളുകൾ വരെ കണ്ട ജാറങ്ങളൊക്കെ കേറിക്കൊണ്ട പോണേ. കണ്ട ജാറൊക്കെ കേറി എല്ലാം ഇറങ്ങി അവിടെ ചെന്ന് അവിടത്തെ പൊരുത്തൊക്കെ തേടി. സഹോദരങ്ങളെ, എന്തിനാ പോണേ? ഹജ്ജിന് പോകുമ്പോ എന്താ പറയണേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇതാ വരുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. എല്ലാ പങ്കുകാരും വിളിച്ചിട്ട് അവിടുന്ന് പോണേ. എന്നിട്ട് പറയാ ഒരു പങ്കുകാരനുമില്ല. ഇതൊരു വിരോധാഭാസമാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ്. ചിന്തിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തവക്കുലിനെ ഇല്ലാതാക്കുകയാണ്. പുതിയ വണ്ടി എടുത്താല് സഹോദരങ്ങളെ, മുസ്ലിങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ ടയറിന്റെ മുമ്പിൽ നാരങ്ങ വെച്ചിട്ട് അത് കുടിക്കറ്റണത്. മുസ്ലിങ്ങളിൽപ്പെട്ടവര് പുറത്തേക്കൊന്നും പോണ്ട. ടയറിന്റെ മുമ്പിലെ നാരങ്ങ വെച്ചിട്ട് പിന്നെ ടയർ അങ്ങോട്ട് കയറ്റി നാരങ്ങ അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്തിലാ തവക്കുൽ ചെയ്തേക്കണ? ആ നാരങ്ങയിലാണ്. ആ നാരങ്ങയിലാണ്. പുതിയ വണ്ടി എടുത്ത് ജാറത്തിങ്ങൊക്കെ പോവുകയാണ്. എന്തിനാ? അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മന്ത്രിച്ച് ജപിച്ചതൊക്കെ വണ്ടിമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപകടം ഉണ്ടാവൂല. എവിടെയാ തവക്കുൽ ചെയ്തേക്കണേ? എന്നിട്ട് ആ വണ്ടിയുടെ പുറകിലോ മുമ്പിൽ ചെയ്തിട്ടുണ്ടാവും തവക്കുൽതു അലല്ലാഹ്. അതിനൊരു കുറവുണ്ടാവൂല. സഹോദരങ്ങളെ, ചിന്തിക്കണം. എഴുതി വെക്കുന്നതിലല്ല. പല വീടുകളിലും ഇവിടൊക്കെ വീടിന്റെ മുമ്പിലുണ്ടോ നോക്കിക്കോ, എന്താ ബദരീങ്ങളുടെ പേര് എഴുതി വെച്ചൊരു പ്ലേറ്റ് ഇല്ലേ? എന്തേ കാരണം? അതിലൊക്കെ വിശ്വാസമുണ്ട്. ഈ വീടിന്റെ കാവൽക്കാരായി ഈ ബദരീങ്ങളെ ഞാൻ നിലനിർത്തുന്നു എന്ന തവക്കുലിന്റെ വിശ്വാസങ്ങൾ അതിലൊക്കെ കടന്നു വരുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റും. സഹോദരങ്ങളെ, എന്തേ കാരണം? അല്ലെ, ബദർ മൗലിദിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആ തകിട് വച്ചത് കൊണ്ട് കള്ളന്മാര് കയറിയപ്പോ പരിചയമൊക്കെ ശബ്ദമൊക്കെ കേട്ടു. എന്താണ്? പേടിച്ച് കള്ളന്മാര് പോയി. പിറ്റേ ദിവസം ഹാജിയാര് വീട്ടിലേക്ക് വന്നപ്പോ ചോദിച്ചു അത്രേ, അല്ല വീട്ടിൽ വന്നപ്പോ കുറെ പരിചയുടെ ശബ്ദം കേട്ടല്ലോ, എന്താപ്പ അങ്ങനെ? ഞാൻ ബദരീങ്ങളുടെ പേര് ഇവിടെ തൂക്കിയിട്ടിട്ടാ പോയേക്കണം. അവരുടെ കാവലാണ്. അവരുടെ കാവല. ഒരു മുസ്ലിമിന് ആരുടെ കാവല? അള്ളാഹുവിന്റെ കാവലാണ്. ആ ബദരീങ്ങൾക്ക് ആരുടെ കാവലായിരുന്നു? ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ 17ന്റെ രാവിൽ കരഞ്ഞ് കൈകളുയർത്തി അവിടത്തെ തട്ടം നിലത്ത് വീഴുമാറ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. പ്രവാചകരെ മതി, കരഞ്ഞത് മതി. പ്രവാചകരെ, എന്തിനാ ഇങ്ങനെ കരയണേ? നിങ്ങളുടെ നേതാവിനോട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാ, മതി കരഞ്ഞത്, എന്തിനാ ഇങ്ങനെ കരയണേ? അല്ലേ? അള്ളാന്റെ റസൂല് പറയാം, അള്ളാന്റെ സഹായം വന്നില്ലെങ്കിൽ അല്ലെ ഈ ഒരു കൊച്ചു സൈന്യം ഇവിടെ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അള്ളാനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഇല്ലാതെയായി പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട പ്രവാചകൻ കരയണേ. ഈ തൗഹീദിന്റെ വക്താക്കൾ ഇല്ലാതെയായി പോകുമല്ലോ എന്ന് വിചാരിച്ച് ബദരീങ്ങളുടെ നേതാവ് കരയാ. എന്നിട്ട് അവരുടെ പേര് വെച്ചിട്ട് വീടിന് കാവല്, വണ്ടിക്ക് കാവല് ഒക്കെയായി കൊണ്ടുപോകുന്ന അവസ്ഥ. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം, ആലോചിക്കണം. അങ്ങനെയൊരു ഏർപ്പാട് ഇസ്ലാമില്ല. തവക്കുൽ ചെയ്യേണ്ടത് അല്ലാഹുവിൽ മാത്രം. സഹോദരങ്ങളെ, ആ തവക്കുല് റബ്ബിൽ മാത്രമായിരിക്കണം. ചില ആളുകൾ തവക്കുല് അവർക്ക് ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചിട്ടില്ല. ചിലര് പറയാ, എനിക്ക് പ്രായമായിട്ട കുട്ടി ഉണ്ടായേ, ഇപ്പൊ കുട്ടിയൊക്കെ വലുതായി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യും? ഞാൻ ആകെ പ്രായമായിട്ടുണ്ടാവൂലേ, അവരെങ്ങനെ ജീവിക്കും? ഇപ്പോഴേ അത് ആലോചിക്കണം. അവരെന്ത് തവക്കുലല്ലേ? എൻ്റെ കച്ചവടമൊക്കെ അങ്ങോട്ട് പോകണുള്ളൂ, അല്ലാതെ എന്തില്ല. ഭയങ്കര പേടിയാണ്. വല്ലാത്ത ബേജാറിലാണ്, എപ്പോഴും ടെൻഷനാണ്.
സഹോദരങ്ങളെ, നാളത്തെ കുറിച്ച് അതിനെ കൃത്യമായി സംവിധാനിച്ച റബ്ബിന്റെ മേൽ അതിനെ ഏൽപ്പിക്കുന്നിടത്ത് ഒരു വിശ്വാസി തയ്യാറായി കഴിഞ്ഞാൽ അതെ, പിന്നെ അവനെന്താ ടെൻഷൻ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തവക്കുലുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി. തീർച്ചയായും ലൗ അന്നകും, നിങ്ങളിൽ ആരെങ്കിലും കുൻതും തവക്കലൂന അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കേണ്ടതിന്റെ മുറപ്രകാരം നിങ്ങൾ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ ലറുസിഖ്തും കമാ തർസഖു ത്വയ്റു തഗ്ദു ഹിമാസൻ വതറൂഹു ബിതാനാ. ഒരു പക്ഷി രാവിലെ അതിന്റെ കൂട്ടിൽ നിന്ന് വയറൊട്ടിയ നിലയിൽ അതിങ്ങനെ പറന്നു പോകുമ്പോ തിരിച്ചിതാ കൂട്ടിലേക്ക് തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞു വരുന്നത് പോലെ നിങ്ങളുടെ വയറിനെ അതല്ലെങ്കിൽ നിങ്ങളുടെ റിസ്കിനെ അള്ളാഹു പൂർത്തീകരിച്ചു തരുന്നതാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ യഥാർത്ഥത്തിൽ ഹഖ്ക തവക്കുലിഹി, തവക്കുൽ ചെയ്യേണ്ട മുറപ്രകാരം. സഹോദരൻ, ഒരു പക്ഷിയുടെ കാര്യം ആലോചിച്ചു. ഒരു പക്ഷിയുടെ കാര്യം, ഇന്നിപ്പോ ഒരു കോഴി രാവിലെ കൂട്ടിയെന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടു, കുട്ടിയെ അയച്ചു വിട്ടു. ഇന്നലെ കിട്ടിയ സ്ഥലത്ത് നിന്ന് ഇന്ന് ഭക്ഷണം കിട്ടണമെന്നില്ലല്ലോ, അല്ലേ? ഇതിനൊക്കെ കാര്യം ആലോചിച്ചു. മൃഗങ്ങളുടെ കാര്യം ആലോചിച്ചു, അല്ലേ? കടലിലെ മത്സ്യങ്ങളുടെ കാര്യം ആലോചിച്ചു നോക്കി. എത്ര മത്സ്യങ്ങളാണ്! ആരാണ് അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നത്? ആരാണ് അവർക്കൊക്കെ അന്നം നൽകുന്നത്? ആരാണ് അവർക്കൊക്കെ ഉപജീവനം നൽകുന്നത്? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടൂല. എന്നിട്ട് നമ്മുടെ വീട്ടിലെ 3 ആൾക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യം ആലോചിച്ച് നമ്മളിങ്ങനെ ആകെ ബേജാറിലാണ്. സഹോദരങ്ങളെ, ആലോചിക്കണം. ആ റബ്ബ് നൽകും എന്ന് പറയുമ്പോൾ ആ പക്ഷി രാവിലെ എങ്ങോട്ടാ പറന്നു പോകണേ? എങ്ങോട്ടാ? അതിന് കടയില്ല, ഷട്ടറില്ല, സമയത്തിന് തുറക്കേണ്ട ഏർപ്പാടില്ല. ഉണ്ടോ? ഒരു യൂണിവേഴ്സിറ്റിയില് പോയി പഠിപ്പിക്കാനില്ല. ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ടോ? ഒന്നുമില്ല. അത് രാവിലെ പുറക്കണം. തവക്കൽതു അലല്ലാഹ്. പോയിട്ടോ അതിന് ഭക്ഷണം കിട്ടണം, വയറ് നിറയണം, ഇത് തിരിച്ചു പോരണം. പക്ഷെ പക്ഷിക്കൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണ്? മതിയെന്നൊരു ക്വാളിറ്റി ഉണ്ട്. വയററിഞ്ഞ പിന്നെ തിന്നൂല. മനുഷ്യനതില്ല. അതുകൊണ്ടാണ് അവന് തികയാത്തത്. പോരാന്നാണ് എന്തോരം കിട്ടിയാലും. അതാണ് മൃഗങ്ങളും പക്ഷികളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ആ തവക്കുലിനെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം. അന്ന് തവക്കുൽ ചെയ്തിട്ടുണ്ട്, വെറുതെ ഇരിക്കാൻ പറ്റുമോ? കുറച്ച് ആൾക്കാർ പള്ളിയിൽ ഇങ്ങനെ കൂടിയേക്കാണ്. അപ്പൊ പള്ളി കൂടിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഇപ്പൊ എന്താ ഇവിടെ? അല്ല, ഞങ്ങളൊക്കെ തവക്കുൽ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കണ്ടേ? അല്ലേ? ലാ യഖഉദു അഹദുക്കും അൻ തലബി റിസ്ഖി യഖൂലു അല്ലാഹുമ്മ ഇർസുഖ്നി ഫഖദ് അലിംതു അന്ന അസ്-സമാഅ ലാ തംതിറു ദഹബൻ വലാ ഫിദ്ദ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങൾ ആരും ഉപജീവനം തേടാതെ അല്ലാഹു എനിക്ക് റിസ്ക് നൽകണേ എന്ന് പറഞ്ഞ് ചടഞ്ഞിരിക്കരുത്. കാരണം എന്താണ്? ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയൊന്നും എന്ത് ചെയ്യില്ല, അള്ളാഹു വർഷിക്കാറില്ല എന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കടമുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? അയാൾക്ക് കടണ്ട്, അയാൾ പറയാ എനിക്ക് കടണ്ടേ എന്നും പറഞ്ഞിങ്ങനെ എല്ലാവരും പറഞ്ഞിടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അയാൾക്ക് ബർക്കത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് കപ്പലിന്റെ എങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യണം? അതൊന്ന് ഒരു ചീഞ്ചട്ടി കൊണ്ടുവന്നിട്ട് റോട്ടിൽ എന്ത് ചെയ്യണം? ഒരു വണ്ടി ഇട്ട് അവിടെ ഇട്ട് ഇങ്ങനെ തട്ടിയിട്ടത് കപ്പലിന്റെ എന്നെങ്കിലും പറഞ്ഞിരിക്കാൻ അയാൾക്ക് പറ്റണം. എങ്കിലോ ആ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുമെന്നുള്ളതാണ്. അല്ലാതെ വീട്ടിലിരുന്നിട്ട് എനിക്ക് കടുണ്ടേ വിശക്കുപ്പി ഇങ്ങനെ കയറിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ മരിക്കും എന്നൊക്കെ ചിന്തിച്ച് അതങ്ങനെ തീരുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട രൂപങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമുക്ക് പറ്റുന്ന ഹലാലായ മേഖലയിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അതിന് കൃത്യമായിട്ടുള്ള ബർക്കത്തും അത് തവക്കുൽ യഥാരൂപത്തിലുള്ള തവക്കുലുമൊക്കെ ആയി മാറുകയുള്ളൂ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ തവക്കുലിന്റെ രൂപങ്ങൾക്ക്, ആ തവക്കുൽ ചെയ്യുമ്പോൾ അതിന് കുറേയധികം നേട്ടങ്ങൾ ഒരാൾക്ക് അതിലൂടെ ലഭിക്കാനുണ്ട്. തവക്കുൽ ചെയ്യുന്നവർക്ക് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയും? ഒന്നാമത്തെ പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് സൂറത്ത് ആലി ഇംറാനിലൂടെ അതിന്റെ 159ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ നീ തവക്കുൽ ചെയ്യണം.
എന്നിട്ട് അല്ലാഹു പറയാം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തീർച്ചയായും തവക്കുൽ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരാണ് ആര്? തവക്കുൽ ചെയ്യുന്ന ആളുകൾ. അള്ളാന്റെ ഇഷ്ടം വേണോ? യഥാവിധി തവക്കുൽ ചെയ്യുന്നിടത്തേക്കും. ഇത് അസംത, നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ അതിലൊരു ബേജാറും അതിലൊരു ഇടങ്ങേറും അല്ലെ ഒക്കെ അങ്ങോട്ട് തീരുമാനിച്ചിട്ട് പിന്നെയും ടെൻഷൻ മാറിയിട്ടില്ല, അങ്ങനെ ആവരുത്. പിന്നെയോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്താൽ അവിടെ എന്തില്ല, ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അങ്ങനെ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ട് എന്ന് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും എന്നുള്ളതാണ്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു തീർച്ചയായും ലൈസ ലഹു അവനില്ല സുൽത്താനുൻ ഒരു ആധിപത്യവുമില്ല. ആരുടെ മേലാണെന്നറിയോ? അലല്ലദീന ആമനൂ വിശ്വാസികളുടെ മേൽ പിശാചിന് ഒരു ആധിപത്യവുമില്ല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവരവരുടെ റബ്ബിന്റെ മേൽ തവക്കുൽ ചെയ്യുന്നവരാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം നല്ല ഉപജീവനം ലഭിക്കുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഹദീസാണ്. അല്ലെ, ഒട്ടിയ വയറുമായി പറന്നു പോകുന്ന പക്ഷി നിറവയറോടെ തിരിച്ചു വരുന്നു എന്നത് തവക്കുലിന്റെ ഗുണമാണെങ്കിൽ ആ ഗുണം എന്തിൽ ലഭിക്കും? ആ ഗുണം തവക്കുൽ യഥാവിധി ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഏതു പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു ഖുവ്വത്ത്, ഒരു ശക്തി ലഭിക്കും. എന്തൊക്കെ ഉണ്ടായാലും, എന്തൊക്കെ മലമറിഞ്ഞാലും. അല്ലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, തിക്കുണ്ടാരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അല്ലെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ പോലും കരിഞ്ഞു പോകുമാറ് തീക്കുണ്ടാരത്തെ ഉണ്ടാക്കി അതിലേക്ക് രണ്ടുപേരിങ്ങനെ വലിച്ച് തൂക്കി എറിയാൻ നിൽക്കണം. അപ്പോഴും ഇബ്രാഹിം നബിയുടെ വർത്താനം എന്താ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹ്, അല്ലെ, ഞങ്ങൾക്ക് അല്ലാഹ് മതി, ഞങ്ങൾക്ക് അല്ലാഹ് മതി, അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ളവനെന്ന് പറയാൻ കഴിയുന്ന ആ ശക്തി ലഭിക്കുന്നത് യഥാർത്ഥ തവക്കുലിലൂടെ മാത്രമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നൊരു വാചകം പഠിച്ചാൽ മതി. എന്താണത്? എല്ലാവരും പുൽ നബിയെ പറഞ്ഞു കൊടുക്കണം. എന്താണ് പറയേണ്ടത്? ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ലൻ യുസീബനാ, ഞങ്ങൾക്ക് ഒന്നും തന്നെ ബാധിക്കുകയില്ല ഒരിക്കലും. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയതല്ലാതെ. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതിനാൽ അല്ലാഹുവിൽ മുഅ്മിനീങ്ങൾ തവക്കുൽ ചെയ്യട്ടെ. അവർ വരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ മേലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിതാ കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, അദ്ദേഹം പ്രവാചകന്റെ പിറകിൽ ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് ഫഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, എൻ്റെ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, തീർച്ചയായും ഞാൻ നിനക്ക് കുറച്ച് കലിമകൾ പറഞ്ഞുതരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് നീ ചോദിക്കണം. വഇദ് ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട് നീ സഹായം ചോദിക്കണം. അതല്ലാതെ വേറെ ഒരാളോടും നീ സഹായം ചോദിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്ന വാചകം നോക്കി സഹോദരങ്ങളെ, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലബിജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ, ഈ ഉമ്മത്ത് അവരൊക്കെ ഒരുമിച്ച് കൂടുകയാണ്. എന്തിനാണ്? നിനക്കൊരു ഉപകാരം ചെയ്യാൻ. ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബ അല്ലാഹു ലക്, അല്ലാഹു നിന്റെ മേൽ രേഖപ്പെടുത്തിയതല്ലാതെ അവരൊക്കെ ഒരുമിച്ചു എന്ന കാരണം കൊണ്ട് ഒരു ഉപകാരവും നിനക്ക് ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വലവിജ്തമഉ അലാ അയ്യദറൂക ബിശൈഇൻ, ഇനി അവരൊക്കെ ഒരുമിച്ച് കൂടി എന്തിനാണെന്നറിയോ? നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ലം യദറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബ അല്ലാഹു ലക്
അല്ല രേഖപ്പെടുത്താത്ത ഒരു ഉപദ്രവം അവരൊക്കെ ഒരുമിച്ച് കൂടിയാലും നിന്റെ മേൽ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധ്യല്ല. ഒരു രോമത്തിൽ പോലും തൊടാൻ സാധ്യല്ല. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ആ തീരുമാനമാണ് നടക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും അതേ കൃത്യമായി മനസ്സിലാക്കുകയും വേണം സഹോദരങ്ങൾ. അതുകൊണ്ട് തവക്കുലിനെ കുറിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തണം, ഭാര്യയെ ബോധ്യപ്പെടുത്തണം. അതേ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് പിന്നെ ടെൻഷനല്ല ബാക്കിയുള്ളത്. എന്താകാവോ അല്ലെ? അങ്ങനെയാണല്ലോ. ഇങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷനാണ്. ഒരു വിശ്വാസിക്ക് ടെൻഷനില്ല, ഒരു വിശ്വാസിക്ക് അതേ അങ്ങനെയുള്ള ഒരു അവസ്ഥയില്ല. എന്റെ കാരണം അവന്റെ റബ്ബിന്റെ മേൽ ഏൽപ്പിച്ചവനാണ്. അവന്റെ റബ്ബിന്റെ മേൽ എല്ലാം ഏൽപ്പിച്ചവന് എന്ത് ടെൻഷനാണുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് ആ റബ്ബ് എനിക്കെല്ലാം നടപ്പിലാക്കി തരുമെന്ന കൃത്യമായ ബോധം, അതെ അവൻ ചെയ്യേണ്ടത് ചെയ്തിട്ട് അവൻ ഉണ്ടാകുമെന്നത് കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹുവിനെ യഥാവിധി തവക്കുൽ ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.